നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ അടുത്ത് മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു ത്രില്ലർ മൂവി കാണുന്ന പോലെയാണല്ലേ, മൊത്തം ടെൻഷനും സർപ്രൈസും അതുപോലെ കംപ്ലീറ്റ്ലി വോളറ്റൈലാണ്. പക്ഷെ നിങ്ങൾക്കറിയാവോ, ഈ ഒരു ഡൗൺ ട്രെൻഡ് ഫേസിലും ചില സ്റ്റോക്സ് ഒക്കെ ഇപ്പോഴും മെയിൻ ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് 50 DMAയുടെ മുകളിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്, അതുപോലെ മൊമെൻറ്റം കാണിക്കുന്ന സ്റ്റോക്സും ആണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് കോർമണ്ടൽ ഇന്റർനാഷണൽ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിലെ മേജർ പ്ലെയർ ആണ് കോർമണ്ടൽ ഇന്റർനാഷണൽ. അപ്പോൾ 1906 ഈ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത്. അപ്പോൾ ഈ ഒരു കമ്പനി ഫെർട്ടിലൈസേഴ്സ്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ, ബയോ പെസ്റ്റിസൈഡ്, സ്പെഷ്യാലിറ്റി ന്യൂട്രിയൻസ് അതുപോലെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് നൽകുന്നത്. അപ്പോൾ മുരുഗപ്പ ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് റവന്യൂയിലേക്ക് 47% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെമ്പാടും 810 റൂറൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ കോർമണ്ടൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ലാർജസ്റ്റ് അഗ്രി റീറ്റെയിൽ ചെയിനായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? 2024 ഫൈനാൻഷ്യൽ ഇയർ പ്രകാരം 98% സ്റ്റോറും പ്രോഫിറ്റബിൾ ആണ്. അപ്പം 80 രാജ്യങ്ങളിൽ കോർമണ്ടലിന് ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലാർജസ്റ്റ് SSP ഫെർട്ടിലൈസർ സെല്ലറും ആണ്. അപ്പം മെയിൻ സ്റ്റേറ്റ്സ് ലൈക്ക് ഇപ്പം ആന്ധ്രാപ്രദേശ് അതുപോലെ തെലങ്കാനയിൽ അവർക്ക് സ്ട്രോങ് ഹോൾഡാണുള്ളത്. അപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബിസിനസ് വെർട്ടിക്കൽസ് നമുക്ക് നോക്കാം. അപ്പോൾ കോർമണ്ടലിന് 2 മെയിൻ വെർട്ടിക്കൽസ് ആണുള്ളത്: ന്യൂട്രിയൻസ് ആൻഡ് അതർ അലൈഡ് പ്രൊഡക്ട്സ് അതുപോലെ ക്രോപ്പ് പ്രൊട്ടക്ഷനും. ഇപ്പോൾ ന്യൂട്രിയൻസ് യൂണിറ്റ്സ് ആണ് അവരുടെ ബാക്ക് ബോൺ. അപ്പോൾ കമ്പനിയുടെ റവന്യൂയുടെ ഏകദേശം 89% ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ കമ്പനി ഫെർട്ടിലൈസേഴ്സ് അതുപോലെ സ്പെഷ്യാലിറ്റി ന്യൂട്രിയൻ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് റേഞ്ച് ഇതൊക്കെയാണ്. അപ്പോൾ കോർമണ്ടലിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് ഇന്ത്യയുടെ യൂണിക് ഗ്രേഡ് ഫെർട്ടിലൈസർ മാർക്കറ്റിൽ 38% ഷെയർ ഉണ്ട്. സെക്കൻഡ് മെയിൻ വെർട്ടിക്കൽ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഇത് ഇൻസെക്ടിസൈഡ്, ഫംജിസൈഡ്, ഹെർബിസൈഡ് അതിൽ നെമാറ്റിസൈഡ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോർമണ്ടൽ ഇന്ത്യയിലെ 6th ലാർജസ്റ്റ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ പ്ലെയർ ആണ്, പോർട്ട്ഫോളിയോയിൽ 20 ടെക്നിക്കൽസോടെ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് കമ്പനി ടോട്ടൽ റവന്യൂയിലേക്ക് 11% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് സ്ട്രോങ് ഏരിയ ആണ്. അപ്പോൾ 43% സെയിൽ മിക്സും എക്സ്പോർട്ട് മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കമ്പനി ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് അതുപോലെ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷനിലേക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ അവർക്ക് 8 മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ആണുള്ളത്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് അതുപോലെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ടെക്നിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ റവന്യൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം കഴിഞ്ഞ വർഷത്തേക്കാളും 27% കൂടുതലാണ്. അപ്പോൾ ഇതിന് കാരണം Q3 NPK സെയിൽസ് 11.4 ലക്ഷം ടൺ സെയിൽസ് എത്തിയതുകൊണ്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തേക്കാളും 21% കൂടുതലാണ്. ഇപ്പോൾ SSP സെഗ്മെൻറ്റും 29% ക്വാർട്ടർലി ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിൻ്റെ ഷെയറും കൂടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും 7% ഡൗൺ ആണ്. കാരണം ഏകദേശം 1/3 സെയിൽസ് ജൂലൈ സെപ്റ്റംബർ ക്വാർട്ടറിലായിരുന്നു. അപ്പോൾ ഇയർ ഓവർ ഇയർ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്, 228 കോടിയിൽ നിന്ന് 508 കോടിയിലേക്ക്. പക്ഷേ ഇതിൻ്റെ പുറകിലെ റീസൺ എന്താണ്? അപ്പോൾ ആദ്യത്തെ കാര്യം മെറ്റീരിയൽ കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ 4% കൂടി. വേറൊരു കാരണം കമ്പനിയുടെ അതർ ഇൻകം ഡബിൾ ആയതാണ്. പക്ഷേ ഇത് ട്രെയിലിംഗ് 12 മന്ത്സ് അല്ലെങ്കിൽ കറണ്ട് ടൈം ബേസിസിൽ എല്ലാം ഗ്രീൻ അല്ല. സെയിൽസ് ഇപ്പോഴും മാർച്ച് 2023 ലെവലിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇവിടെ ഫെർട്ടിലൈസർ റോ മെറ്റീരിയൽ പ്രൈസ് സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സിഡി റേറ്റ് കുറയാൻ വേണ്ടിയിട്ട് അത് കാരണമായി. അപ്പോൾ ഈ ഒരു ഫാളിംഗ് ട്രെൻഡ് കാരണം ROCE 38% നിന്ന് 26% ഡ്രോപ്പായി. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ കോർമണ്ടൽ അവരുടെ NPK അതുപോലെ ഫോസ്ഫറിക് ആസിഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ കക്കിൻഡ പ്ലാന്റ് പോലത്തെ പ്രോജക്ട്സ് അടുത്ത 2 വർഷത്തിൽ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും. ഇപ്പോൾ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ബിസിനസ് വളർത്താനായിട്ട് മാർച്ച് 2025 820 കോടിക്ക് NACL ഇൻഡസ്ട്രീസ് നിന്ന് 53% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഇനി അടുത്ത 2 വർഷത്തിനുള്ളിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൻ്റെ എണ്ണം ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ബാലൻസ് ഷീറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ട്രേഡ് റിസീവബിൾസ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ 3 ഇരട്ടി ഗ്രോത്ത് കണ്ടു. മാത്രമല്ല ലോൺ ആൻഡ് അഡ്വാൻസസ് 10 ഇരട്ടി കൂടി. അപ്പോൾ സോഴ്സ് മാനേജ്മെൻറ്റ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ലോങ് ടേം ബോറോയിങ്സ് 0 ആണ്, അതുപോലെ ഷോർട്ട് ടേം ബോറോയിങ്സ് വളരെ കുറവാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസിൽ 2.5 ഇരട്ടി ഗ്രോത്ത് കണ്ടു, കാരണം പേയബിൾസ് കുറഞ്ഞതാണ്. അതുപോലെ തന്നെ കൺസപ്ഷൻ 73% കൂടി. അതായത് കഴിഞ്ഞ വർഷം 7.3 ലക്ഷം ടണ്ണിൽ നിന്ന് 12.7 ടണ്ണിലേക്ക്. അപ്പോൾ ഇത് 600 കോടി പോസിറ്റീവ് ഇൻവെൻ്ററി റോൾ ഔട്ടിന് കാരണമായി. പക്ഷേ ഓവറോൾ നെറ്റ് ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്, കാരണം ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ 6500 കോടി ഉണ്ടാക്കി. മാത്രമല്ല ലോൺസ് ആൻഡ് അഡ്വാൻസസ് 10 ഇരട്ടി കൂടി. ഇപ്പോൾ സോഴ്സ് മാനേജ്മെൻറ്റ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ലോങ് ടേം ബോറോയിങ്സ് 0 ആണ്, അതുപോലെ തന്നെ ഷോർട്ട് ടേം ബോറോയിങ്സ് വളരെ കുറവാണ്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസിൽ 2.5 ഇരട്ടി ഗ്രോത്ത് കണ്ടു, കാരണം പേയബിൾസ് കുറഞ്ഞതാണ്. അതുപോലെ കൺസപ്ഷൻ 73% കൂടി. അതായത് കഴിഞ്ഞ വർഷം 7.3 ലക്ഷം ടണ്ണിൽ നിന്ന് 12.7 ടണ്ണിലേക്ക്. അപ്പോൾ ഇത് 600 കോടി പോസിറ്റീവ് ഇൻവെൻ്ററി റോൾ ഔട്ടിന് കാരണമായി.
പക്ഷേ ഓവറോൾ നെറ്റ് ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്, കാരണം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ 6500 കോടി ഉണ്ടാക്കി. അപ്പോൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 6 ദിവസമായിട്ട് കൂടി, കാരണം ഇൻവെൻട്രി ഡേയ്സ് 33 ദിവസത്തിലേക്ക് എത്തി. അതുപോലെ ഡെറ്റേഴ്സ് ഡേ 3 ഇരട്ടിയായിട്ട് കൂടി. അപ്പോൾ കഴിഞ്ഞ 4 വർഷത്തിൽ ഹയസ്റ്റ് ആണിത്. ഇനി നമുക്ക് റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റിസ്ക് നോക്കുമ്പോൾ റോ മെറ്റീരിയൽ ലൈക്ക് ഇപ്പോൾ സൾഫർ, അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രൈസ് വോളറ്റിലിറ്റി മാർജിനെ ഇമ്പാക്ട് ചെയ്യും. അപ്പം Q3 ഫൈനാൻഷ്യൽ 2024 സൾഫ്യൂരിക് ആസിഡ് പ്രൈസ് $80 മുതൽ $85 $100 ആയിട്ട് കൂടി. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഇൻപുട്ട് കോസ്റ്റ് കൂട്ടി. അപ്പോൾ സബ്സിഡി ഡിപ്പെൻഡൻസി കൂടുതലാണ്, എസ്പെഷ്യലി അവരുടെ മെയിൻ ന്യൂട്രിയൻസ്, അതിൽ ഫെർട്ടിലൈസർ പ്രോഡക്റ്റ് ലൈക്ക് ഇപ്പോൾ പൊട്ടാസ്യത്തിലൊക്കെ. ഇനിയിപ്പോൾ പോളിസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ഇപ്പോൾ സബ്സിഡി കട്ട് വന്നാൽ അത് മാർജിനെ ബാധിക്കും. കൂടാതെ ഈ അടുത്ത് താരിഫ് 25% ആയത് ക്രോപ്പ് പ്രൊട്ടക്ഷൻ സെഗ്മെൻറ്റിൽ പ്രഷർ ഉണ്ടാക്കാം. അപ്പോൾ മെയിൻ അഗ്രി ഇൻപുട്ട് എക്സ്പോർട്ടറായ ചൈന അതുപോലെ കാനഡയിൽ താരിഫ് കൂടിയത് കാരണം ഗ്ലോബൽ പ്രൈസ് കൂടാം. അപ്പോൾ ഇത് ഇന്ത്യൻ മാനുഫാക്ചേഴ്സിന് കോസ്റ്റ് പുഷിന് കാരണമാവും. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി JK സിമെൻറ്റ്സ്. അപ്പോൾ ലീഡിംഗ് ഇന്ത്യൻ സിമെൻറ്റ് മാനുഫാക്ചറാണ് JK സിമെൻറ്റ്സ്. അപ്പോൾ ഇത് JK ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്. 1975 രാജസ്ഥാനിലെ നിംബഹേര പ്ലാന്റിൽ ഗ്രേ സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് കമ്പനി ആരംഭിച്ചത്. ഇന്നിപ്പോൾ JK സിമെൻറ്റ്സിന് 24 മെട്രിക് ടൺ പെർ ആനം ഗ്രേ സിമെൻറ്റ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതവരെ ഇന്ത്യയിലെ ടോപ്പ് സിമെൻറ്റ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒപ്പം നിർത്തുന്നുണ്ട്. അപ്പോൾ വൈറ്റ് സിമെൻറ്റിൻ്റെ വേൾഡ് 3rd ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ സെയിൽസ് പ്രസൻസും വൈഡാണ്. ഇപ്പോൾ ഇന്ത്യയിൽ 24 സ്റ്റേറ്റ്സിൽ നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ 37 രാജ്യങ്ങളിലേക്ക് ഇൻ്റർനാഷണലി അവർ വൈറ്റ് സിമെൻറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്കിൻ്റെ കറൻറ്റ് പ്രൈസ് ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ബിസിനസ് വേർട്ടിക്കൽസ് നോക്കാം. ഇപ്പോൾ 2 മേജർ സെഗ്മെൻറ്റ്സ് ആണുള്ളത്. ഇത് ഗ്രേ സിമെൻറ്റ്സ്. ഇപ്പോൾ ഗ്രേ സിമെൻറ്റ്സ് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, അതുപോലെ ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ പോലത്തെ സ്ട്രക്ചറൽ ആപ്ലിക്കേഷനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് JK സിമെൻറ്റിൻ്റെ ലാർജസ്റ്റ് ബിസിനസ് വേർട്ടിക്കൽ, 81% റവന്യൂ കോൺട്രിബ്യൂഷനോടെ. ഇപ്പോൾ JK സൂപ്പർ സിമെൻറ്റ് ബ്രാൻഡ് കീഴിൽ പല പ്രൊഡക്റ്റ് വേരിയൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇതൊക്കെയാണ്. ഇനി രണ്ടാമത് വൈറ്റ് സിമെൻറ്റ്സ് ആൻഡ് അലൈഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഫ്ലോറിംഗ്, വാൾ ഫിനിഷ് അല്ലെങ്കിൽ എസ്തെറ്റിക് എലമെൻറ്റ്സ് പോലത്തെ ഡെക്കറേറ്റീവ്സ് അതുപോലെ ആർക്കിടെക്ചറൽ ആപ്ലിക്കേഷൻസിനാണ് ഉപയോഗിക്കുന്നത്. ബാക്കി 19% റവന്യൂ കോൺട്രിബ്യൂഷൻ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്ട്സിൽ നിന്നാണ് ഇവർ പ്രീമിയം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൂടാതെ 2024 JK സിമെൻറ്റ്സ് ഒഫീഷ്യലി പെയിൻറ്റ് ബിസിനസ്സിലേക്ക് കയറി. ഇപ്പോൾ കമ്പനി അക്രോ പെയിൻറ്റ്സ് ലിമിറ്റഡ് അക്വയർ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മൊത്തം സെഗ്മെൻറ്റ് ഇവരുടെ സബ്സിഡറിയായ JK മാക്സ് പെയിൻറ്റ് ലിമിറ്റഡിൻ്റെ കീഴിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ 2025 ആകുമ്പോഴേക്കും കമ്പനി ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് 300 കോടി രൂപ റവന്യൂ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ Q3 ഫൈനാൻഷ്യൽ 2025 JK സിമെൻറ്റ് സെയിൽ 2819 കോടി എത്തി, 13% quarter-on-quarter ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു ഗ്രോത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നോർത്തേൺ മാർക്കറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ പ്രീമിയം പ്രൊഡക്ട്സിന് സെയിൽ മിക്സ് കൂടിയതുമാണ്. അപ്പോൾ ഇതുവഴി സെയിൽസ് 16%. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് ആണിത്. അപ്പോൾ എംപ്ലോയി കോസ്റ്റ് അതുപോലെ തന്നെ അതർ എക്സ്പെൻസ് കുറഞ്ഞത് വഴി ബോണസ് വന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഫാക്ടറി ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂട്ടി. പക്ഷേ ഇയർ ഓൺ ഇയർ നമ്മൾ നോക്കുമ്പം സെയിൽസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഡിഫറെൻറ്റ് ട്രെൻഡിന് കാരണം കഴിഞ്ഞ വർഷം ഇൻഡസ്ട്രി ഒരു 10% പ്രൈസ് ഫാൾ വിറ്റ്നസ് ചെയ്തു. അത് കാരണം ഗ്രേ സിമെൻറ്റ് സെയിൽസ് ഇയർ ഓൺ ഇയർ 4% ഇടിഞ്ഞു. ഇതിനൊപ്പം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 33% ഇടിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം അവരുടെ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയതാണ്. അപ്പോൾ ഇത് മാർജിൻ 4% കുറച്ചു. ഈ ഒരു കാരണത്താൽ കഴിഞ്ഞ 3 വർഷത്തിൽ പ്രോഫിറ്റ് ഗ്രോത്ത് സെയിൽസ് ആയിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഇപ്പോൾ സെയിൽസ് 20% CAGR കാണിച്ചപ്പോൾ പ്രോഫിറ്റ് വെറും 3% CAGR മാത്രമാണ്. കാരണം 3 വർഷമായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 6% ഇടിഞ്ഞതും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫെബ്രുവരി 2025 JK സിമെൻറ്റ്സ് ശ്രീനഗർ ബേസ്ഡ് മാനുഫാക്ചറായ സെഫ്കോ സിമെൻറ്റ്സിൽ 60% സ്റ്റേക്ക് അക്വയർ ചെയ്തു. അക്വിസിഷൻ വാല്യൂ ഏകദേശം 174 കോടി രൂപയായിരുന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിൽ ഇത് ഒരു കമ്പനിക്ക് ഒരു ശക്തമായ അടിത്തറ നൽകിയിട്ടുണ്ട്. കൂടാതെ JM ഫൈനാൻഷ്യൽസ് അനുസരിച്ച് അടുത്ത 2 മുതൽ 3 വർഷത്തിൽ പെർ ടൺ 150 മുതൽ 200 ടൺ കോസ്റ്റ് സേവിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. 2025 മുതൽ 2026 സാമ്പത്തിക വർഷത്തിൽ ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ ഇത് സിമെൻറ്റ് ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കമ്പനിയുടെ റിസർവ് ഇപ്പം 5449 കോടി രൂപയാണ്. പക്ഷേ ലോങ് ടേം ബോറോയിങ്സ് 4248 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം 2850 കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്രോജക്റ്റാണ് JK സിമെൻറ്റ്സിനുള്ളത്. ഇതിൽ 1800 കോടി ഡെറ്റിൽ നിന്ന് വരും, ബാക്കി ക്യാഷ് അക്രൂവൽസ് നിന്ന് ഫണ്ട് ചെയ്യും. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡബിൾ ബോറോയിങ് റീപേയ്മെൻറ്റ് കാരണം വാങ്ങിയ നിക്ഷേപങ്ങൾ ഇരട്ടിയായി. കൂടാതെ ഇൻവെൻട്രി റോൾ ഔട്ടും നെഗറ്റീവായി. ഇതിൻ്റെ ഒപ്പം ക്യാഷ് കൺവേർഷൻ സൈക്കിളും സ്ട്രെച്ച് ആയിട്ടുണ്ട്. കാരണം ഇൻവെൻട്രി ഡേയ്സ് 30 ദിവസത്തിൽ നിന്ന് കൂടിയിട്ടുണ്ട്.
ഇനി അടുത്തൊരു ഹൈലൈറ്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷത്തിൽ 20% ഇടിഞ്ഞു. ഇനി റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ വൈറ്റ് സിമെൻറ്റ് അതുപോലെ വാൾപുട്ടി സെഗ്മെൻറ്റിൽ നിന്നുള്ള വോളിയം ഗ്രോത്ത് മെയിൻലി UAE നിന്നാണ്. പക്ഷേ ഏഷ്യൻ പെയിൻറ്റ്സ് ഇപ്പം അവിടെ ഫാക്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ടഫ് കോമ്പറ്റീഷനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയൊക്കെ നഷ്ടപ്പെടാനുള്ള റിസ്ക് ഉണ്ടെന്നാണ്. അപ്പോൾ പുതിയൊരു മാർക്കറ്റിൽ ഒരു കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം ഏഷ്യൻ പെയിൻറ്റ്സ് പോലത്തെ വലിയൊരു കമ്പനി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണിക്കുമ്പോൾ കോമ്പറ്റേറ്റീവ് പ്രഷർ കൂടും. അപ്പോൾ ഇത് കാരണം നമുക്ക് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടായത്. ഇനി JK സിമെൻറ്റ്സിൻ്റെ വേറൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ 2850 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനാണ്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 478 കോടി രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. ബാക്കി ഫണ്ടിങ് അതുപോലെ എക്സിക്യൂഷൻ ഒക്കെ പെൻഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ റിസ്ക് ഉണ്ട്. ഇനി സിമെൻറ്റ് ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൈക്ലിക്കലാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ 2025 ഫസ്റ്റ് ഹാഫിൽ പ്രൈസ് ഇടിഞ്ഞു. അപ്പോൾ Q4 ചെറിയൊരു 3% പ്രൈസ് ഹൈക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻപുട്ട് കോസ്റ്റ് കൂടിയാൽ മാർജിനൽ പ്രഷർ ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്യൂവൽ, ഫ്രൈഡ്, റോ മെറ്റീരിയൽ പോലത്തെ ഇൻപുട്ട് കോസ്റ്റ് വീണ്ടും കൂടിയാൽ മാർജിൻ അതിൽ പ്രോഫിറ്റബിലിറ്റി രണ്ടിലും ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇനി ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ കമ്പനി ഐഷർ മോട്ടോഴ്സ്. ഇപ്പോൾ 1982 ഈ ഒരു കമ്പനി സ്ഥാപിക്കുന്നത്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ത്രൂ മിഡ് വെയ്റ്റ് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിലെ ഗ്ലോബൽ ലീഡറാണ് ഐഷർ മോട്ടോഴ്സ്. 1901 മുതൽ തുടർച്ചയായിട്ട് പ്രൊഡക്ഷനുള്ള ലോകത്തെ ഏറ്റവും പഴയ ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ്. അപ്പോൾ കമ്പനിയുടെ റൂട്ട് 1948 മുതൽ ട്രാക്ടർ ഇമ്പോർട്ട്സിലാണ്. 1959 ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ട്രാക്ടർ പുറത്തിറക്കി. 2008 വി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് വോൾവോ ആയിട്ട് ജോയിൻറ്റ് വെഞ്ചർ ചെയ്തു. ഇന്നിപ്പോൾ 55% ഐഷർ മോട്ടോഴ്സിൻ്റെ അടുത്താണ്. ഇന്ന് REക്ക് ഇന്ത്യ അതുപോലെ തന്നെ 65-ലധികം രാജ്യങ്ങളിലായിട്ട് 2000-ലധികം സ്റ്റോർ ഉണ്ട്. ഇപ്പോൾ UK നമ്പർ 1 ബ്രാൻഡാണ് RE. അതുപോലെ തന്നെ യൂറോപ്പിൽ ടോപ്പ് 3-ലും ഉണ്ട്. ഇനി ബിസിനസ് വേർട്ടിക്കൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ആണ് ഐഷർ മോട്ടോഴ്സിൻ്റെ ഫ്ലാഗ്ഷിപ്പ് വേർട്ടിക്കൽ. ഇപ്പോൾ പോപ്പുലർ മോഡൽസിലേക്ക് ഇപ്പോൾ ക്ലാസിക് 350, ബുള്ളറ്റ് 350 ഒക്കെ ഇതിൻ്റെ കീഴിൽ വരും. ഇനി Q3 ഫൈനാൻഷ്യൽ 2025 റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ വോളിയം 17% കൂടി. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മിഡ് സൈസ് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിലുള്ള കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ 88.5% എത്തി ഫൈനാൻഷ്യൽ 2024. ഇപ്പോൾ ജസ്റ്റ് മോട്ടോർ സൈക്കിൾ മാത്രമല്ല, അപ്പാരൽ, ആക്സസറീസ് അതുപോലെ സർവീസസ് എല്ലാം കൂടി. ഇപ്പോൾ നോൺ മോട്ടോർ സൈക്കിൾ റവന്യൂവിലേക്ക് 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഡൈവേഴ്സിഫിക്കേഷൻ അതുപോലെ ബ്രാൻഡ് എക്കോ സിസ്റ്റത്തിൻ്റെ പ്രൂഫാണ്. അതുപോലെ തന്നെ ഇന്നിപ്പം മിഡ് വെയ്റ്റ് സെഗ്മെൻറ്റിൽ ഗ്ലോബലി മികച്ച 4 ബ്രാൻഡുകൾ ഒന്നാണ് റോയൽ എൻഫീൽഡ്. ഇനി രണ്ടാമത്തെ വേർട്ടിക്കൽ VECV, ഐഷർ വോൾവോ ആയിട്ട് ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്തത്. അപ്പോൾ ഈ ഒരു വേർട്ടിക്കൽ വരുന്നതാണ് എൻജിൻ മാനുഫാക്ചറിങ്, ട്രക്ക്, ബസ്, വോൾവോ ഗ്രൂപ്പിനായിട്ടുള്ള എക്സ്പോർട്ട്, നോൺ ഓട്ടോ എൻജിൻസ് അതുപോലെ കോമ്പോണൻറ്റ് മാനുഫാക്ചറിങ്. അപ്പം VECVൻ്റെ മാർക്കറ്റ് ഷെയർ ഏകദേശം 18%. പക്ഷേ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് 1.5% മാത്രമാണ്. അപ്പോൾ 2024 കമ്പനി ട്രയാങ്കിളായിട്ട് ജോയിൻറ്റ് വെഞ്ചറിന് എൻട്രി ചെയ്തു. അപ്പം കണക്റ്റഡ് വെഹിക്കിൾ അതുപോലത്തെ ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷനിൽ പ്രസൻസ് കൂട്ടാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു നീക്കം കമ്പനിയുടെ ഡിജിറ്റൽ എക്കോസിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ കമ്പനിയുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 2022 ഫൈനാൻഷ്യൽ ഇയറിൽ 50% നിന്ന് 2024 ഫൈനാൻഷ്യൽ ഇയറിൽ 77% കൂടി. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ഐഷർ മോട്ടോഴ്സ് ഹയസ്റ്റ് എവർ Q3 സെയിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ റവന്യൂ 19% വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് വന്ന് വോളിയം തുടർച്ചയായിട്ട് ഇമ്പ്രൂവ് ആയതുകൊണ്ടും അതുപോലെ തന്നെ പ്രീമിയം സെഗ്മെൻറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടുമാണ്. എന്നാലും ഫെസ്റ്റീവ് സീസണിൽ സെയിൽസ് 12% കൂടി. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കഴിഞ്ഞ വർഷം 71%-ലധികം യൂണിറ്റ്സ് ഷിപ്പ് ചെയ്തു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 17.5% കൂടി. പക്ഷേ ഓപ്പറേറ്റിംഗ് മാർജിൻ 190 ബേസിസ് പോയിൻറ്റ്സ് ആയിട്ട് കുറഞ്ഞു. കാരണം കമ്പനി ബ്രാൻഡ് ബിൽഡിംഗ് അതുപോലെ തന്നെ മാർക്കറ്റ് ആക്ടിവേഷനായിട്ട് ഒരുപാട് ചിലവാക്കിയതുകൊണ്ടാണ്. പക്ഷേ സ്റ്റിൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷത്തിൽ പ്രോഫിറ്റ് CAGR സെയിൽസ് CAGRനേക്കാളും ഡബിളാണ്. അപ്പോൾ ഇതിന് 2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ മെറ്റീരിയൽ കോസ്റ്റ് 5% കുറഞ്ഞു. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് മാർജിൻ 6% ഇമ്പ്രൂവ് ചെയ്തു. അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അതർ ഇൻകം 3 ഇരട്ടിയായിട്ട് കൂടി. അപ്പോൾ ഇത് മെയിൻലി മ്യൂച്വൽ ഫണ്ട് ഗെയിൻസ് കാരണമാണ്. അപ്പോൾ ഇത് ടോട്ടൽ ഇൻകത്തിൻ്റെ 10%. അപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം ROC 4% കൂട്ടി. ഇപ്പോൾ റോയൽ എൻഫീൽഡ് അവരുടെ ഇലക്ട്രിക് ബ്രാൻഡായ ഫ്ലൈയിങ് ഫീൽഡ് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കീഴിൽ 2 EVs FF C6 ക്ലാസിക് അതുപോലെ FF S6 സ്ക്രാംബ്ലർ 2026 മാർക്കറ്റിലേക്ക് വരും. VECV ഇലക്ട്രിക് അതുപോലെ LNG അല്ലെങ്കിൽ CNG ട്രക്സ് ഐഷർ Pro X എന്ന പേരിൻ്റെ കീഴിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ക്യാപെക്സും സ്ട്രോങ് ആണ്. ഇപ്പോൾ Q4 ഫൈനാൻഷ്യൽ 2025 പെർ മന്ത് 92,000 മുതൽ 95,000 കോടി രൂപയുടെ ഇൻഫ്രാ സ്പെൻഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യും. VECV ന്യൂ കൊമേഴ്ഷ്യൽ EV പ്ലാൻസിൽ 1500 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം യൂറോപ്പിന് അല്ലെങ്കിൽ നോർത്തേൺ അമേരിക്കയിൽ ഗ്ലോബൽ പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കമ്പനിയുടെ ലോങ് ടേം അതിൽ ഷോർട്ട് ടേം ബോറോയിങ്സ് വളരെ കുറവാണ്. ഇനി നമുക്ക് റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ EV ട്രാൻസിഷൻ കോസ്റ്റ്ലി ആണ്. കാരണം നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ സ്കൂട്ടേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നതിനാൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ഡിലേ ആയാൽ അത് റോയൽ എൻഫീൽഡിൻ്റെ പൊസിഷനെ അപകടത്തിലാക്കും. ഇപ്പോൾ മിഡ് സൈസ് ബൈക്ക് സെഗ്മെൻറ്റിലുള്ള കോമ്പറ്റീഷൻ കൂടുവാണ്. ഇപ്പോൾ പുതിയ ഫീച്ചേഴ്സ് അതുപോലെ കമ്പനികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇന്നോവേഷൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനുപരി ഇപ്പോൾ ഗ്ലോബൽ പോളിസീസും ബാധിക്കുന്നുണ്ട്. അതായത് ട്രംപിൻ്റെ 25% താരിഫ് ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് ഇളക്കിയിട്ടുണ്ട്. അപ്പം ഇത് കയറ്റുമതിനെയും ബാധിക്കാം. ഇപ്പോൾ ഇവിടെ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എല്ലാ സിറ്റുവേഷനിലും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സ് കാണിക്കുന്നത് ഈവൻ ഡൗൺ ട്രെൻഡിലും ചില സ്റ്റോക്സ് ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലുള്ള കോണ്ടൻസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.